നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം SIT വളരെ നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം അത് വിറ്റ് പണമാക്കി മാറ്റിയെന്നതാണ് ഏറ്റവും പുതിയതായിട്ടും അതീവ ഗൗരവമായിട്ടുള്ള കണ്ടെത്തൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. 476 ഗ്രാം സ്വർണമാണ് ഇദ്ദേഹം വിറ്റതായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്വർണവുമായി ബന്ധപ്പെട്ട വിൽപ്പനയും അതോടൊപ്പം മറ്റ് സാമ്പത്തിക ഇടപാടുകളും വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതോടെ കേസിൻ്റെ വ്യാപ്തിയും പ്രതിപട്ടികയും കൂടുതൽ വിപുലമാവുകയാണ്. SITയുടെ കണ്ടെത്തൽ അനുസരിച്ച് സ്പോൺസറുടെ ചുമതല വഹിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകയിലെ ബെല്ലാരിയിലുള്ള സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനാണ് ഈ സ്വർണം വിറ്റത്. സ്വർണ്ണ വിൽപ്പന സ്ഥിരീകരിച്ചതോടെയാണ് കേസിൻ്റെ അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകിയ ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് സ്വർണം വിറ്റെന്ന വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായിട്ട് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബെല്ലാരിയിൽ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്താൻ SIT തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി അന്വേഷണ സംഘം ഗോവർദ്ധനെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് വേർതിരിച്ചെടുത്ത സ്വർണത്തിൻ്റെ ഒരു ഭാഗം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വിറ്റത് എന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. വിറ്റ സ്വർണം വീണ്ടെടുക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങളും SIT ആരംഭിച്ചതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനും തമ്മിൽ സാമ്പത്തികപരമായിട്ടുള്ള മറ്റ് ഇടപാടുകളും ഉണ്ടായിരുന്നു എന്ന് SIT അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാര്യവും ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ സ്ഥിരീകരിക്കുകയും ഇത് സംബന്ധിച്ച് വിവരങ്ങളെല്ലാം തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഗോവർദ്ധൻ്റെ മൊഴി പ്രകാരം കട്ടളകളിലും വാതിലുകളിലും പൂശുന്നതിനായുള്ള സ്പോൺസർഷിപ്പിൻ്റെ പേരിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പലപ്പോഴായിട്ട് ഇദ്ദേഹത്തിൽ നിന്ന് സ്വർണം വാങ്ങിയത്. ശ്രീരാംപുര അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നത്. അന്ന് ശബരിമലയിലെ പൂജാരിയായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം പരിചയപ്പെടുത്തിയത്. ഈ ഇടപാടുകളും കവർച്ചാ നീക്കവും തമ്മിൽ ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിലെ ഗൂഢാലോചന ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ അനന്ത സുബ്രഹ്മണ്യം ആണെന്നും കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. 2019 ജൂലൈ 19 മഹസറിൽ പാളികൾ ഏറ്റുവാങ്ങിയത് പോറ്റിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒപ്പിട്ടത് അനന്ത സുബ്രഹ്മണ്യമായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റുവാങ്ങിയത് കർണാടക സ്വദേശി രമേശ് റാവു എന്നയാളായിരുന്നു. ഈ പാളികൾ സ്വർണം പൂച്ചുന്നതിനായിട്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുകയും അവിടെ നിന്നും 109 ഗ്രാം സ്വർണം പണിക്കൂലിയായിട്ട് ഈടാക്കുകയും ചെയ്തതായിട്ട് SIT കണ്ടെത്തി. ശ്രീകോവിലിൻ്റെ വാതിൽ പോറ്റിയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്തിരുന്നു. സ്വർണം പൂശിയ ശേഷം കുറവ് വന്ന 476 ഗ്രാം സ്വർണം എവിടേക്ക് പോയി എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി SP ശശിധരൻ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗോവർദ്ധനും വിൽപ്പന സ്ഥിരീകരിച്ചതോടെയാണ് പോറ്റിയെ ബെല്ലാരിയിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് വിദഗ്ധനെ എത്തിച്ച് വേർതിരിച്ച സ്വർണത്തിൻ്റെ ബാക്കി വന്ന ഭാഗം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ മൊഴി നൽകിയിരുന്നു. ഇത് വിറ്റഴിച്ചതിലൂടെ പോറ്റി നേടിയ പണം എങ്ങനെ ചിലവഴിച്ചു എന്നതിനെക്കുറിച്ചും SITക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ബാങ്ക് രേഖകൾ ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് ഈ കേസിൻ്റെ ഗതിയിൽ തന്നെ വലിയ വഴിത്തിരിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കേസിൽ അറസ്റ്റിലാകുന്ന രണ്ടാമത്തെയാളും ആദ്യ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനുമാണ് മുരാരി ബാബു. ഇന്നലെ രാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഇദ്ദേഹത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിലവിൽ സസ്പെൻഷനിലുള്ള മുരാരി ബാബുവിനെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. 2019 ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് ഏകദേശം 2 കിലോയോളം സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയാണ് ഇദ്ദേഹം. മുരാരി ബാബുവിനെതിരായ പ്രധാന ആരോപണം സ്വർണ്ണ കവചങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മറച്ചുവെച്ചു എന്നതാണ്. 1998 ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞ കാര്യം അറിയാമായിരുന്നിട്ടും 2019 2024 പാളികൾ ചെമ്പാണെന്ന് തെറ്റായിട്ട് രേഖപ്പെടുത്തിയെന്നും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് സ്വർണം പൂശിക്കണമെന്ന് ശുപാർശ നൽകിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി. ഇത് വീണ്ടും സ്വർണം തട്ടിയെടുക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കമായിരുന്നുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. മുരാരി ബാബു നൽകിയ മൊഴികളിൽ സ്വർണത്തെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറും കമ്മീഷണറായിരുന്ന N വാസുവും കണ്ടിരുന്നുവെന്നും അത് തിരുത്താതിരുന്നതിനാലാണ് മഹസറിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം അന്വേഷണ സംഘത്തോടെ പറയുകയുണ്ടായി. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്
ബംഗളൂരുവിന് പുറമെയായിട്ട് ചെന്നൈയിലെ വിവിധ ഇടങ്ങളിലും തെളിവെടുപ്പ് നടത്താനായിട്ടാണ് ഇപ്പോൾ SITയുടെ തീരുമാനം. സ്വർണ്ണപ്പാളികളടക്കം സ്വർണം പൂശാനായി എത്തിച്ച സ്മാർട്ട് ക്രിയേഷൻസിലെ തെളിവെടുപ്പ് അതീവ നിർണായകമായി മാറും. സ്വർണ്ണപ്പാളികൾ പ്രദർശിപ്പിച്ച നടൻ ജയറാമിൻ്റെ വീട്ടിലും തെളിവെടുപ്പിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കേസിൽ ഉൾപ്പെട്ട മറ്റ് അറസ്റ്റുകളിലേക്കൊക്കെ തന്നെ കടക്കുക. ഈ കേസാകട്ടെ വിശ്വാസികളെയും അതോടൊപ്പം തന്നെ ഭരണകേന്ദ്രങ്ങളെയും ഒരുപോലെ പിടിച്ചുകുലുക്കിയ സാഹചര്യത്തിൽ വൻകിട പണമിടപാടുകാർ, സ്വർണ്ണ വ്യാപാരികൾ, ഉന്നത രാഷ്ട്രീയ പദവികൾ വഹിക്കുന്നവർ ഇവരെല്ലാവരും തന്നെ ഉൾപ്പെടെയുള്ള വലിയ അഴിമതി സംഘം പുറത്തു വരാനുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മുഖം നോക്കാതെയുള്ള ശക്തമായ നടപടികൾ വരും ദിവസങ്ങളിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ കേസിൽ നിർണായക വഴിത്തിരിവ് ഉടൻ തന്നെ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം.